സ്പൈഡർമാൻ ദ ബ്രാൻഡ് ന്യൂയുടെ ആ സിനിമയുടെ പേര് പോലെ തന്നെ കിട്ടുന്ന ഒരു ഫ്രഷ് സാധനമുണ്ട്. അതായത് ഫ്രഷ് അല്ലെങ്കിലും നമുക്കൊരു പഴയ ഒരു നൊസ്റ്റാൾജിക് സാധനം ഉണ്ടല്ലോ, അത് കിട്ടും. എനിക്ക് എങ്ങനെ തോന്നിയത്, സ്പൈഡർമാൻ സിനിമകളുടെ ഒരു സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു 2002 ആ റേഞ്ചിലാണ്. അപ്പൊ ആ സമയത്ത് ഇറങ്ങിയത് 3 സിനിമകൾ ഇറങ്ങിയത്. അന്ന് അത് ടോബി ആയിരുന്നു. പിന്നീട് അമേസിംഗ് സ്പൈഡർമാൻ അങ്ങനെ 2 വന്നു. പിന്നെ മാവലിന് തന്നെ ടോം ഹോളണ്ട് വെച്ച് 3 സിനിമകൾ. ഇപ്പൊ 4ാമത്തെ പടമാണ്. ആദ്യത്തെ 3 സിനിമകൾ ഡയറക്ട് ചെയ്തത് സാം റാമിയാണ്. പേഴ്സണലി എനിക്ക് കുറെ കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റിയത് ഈ സിനിമയും നമ്മൾക്ക് കണ്ടപ്പോൾ ബാക്ക് ടു ആ ഒരു സാധനം ഉണ്ടല്ലോ, ഫസ്റ്റ് കിട്ടിയ ഒരു സാധനം ഉണ്ടല്ലോ, അതെനിക്ക് തോന്നിയായിരുന്നു. ഡസ്റ്റിൻ ഡാനിയലാണ് സ്പൈഡർമാൻ ദ ബ്രാൻഡ് ന്യൂയുടെ പിന്നെ ഡയറക്ടർ. പുള്ളിയുടെ ഇതിനു മുമ്പുള്ള സിനിമ ഞാൻ കണ്ടേക്കുന്നത് ഷ്വാങ് ചി, മറ്റേ റിങ്സിന്റെ പടമുണ്ട്, അത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. മാവലിന് തന്നെ ഒരു പടമുള്ളത്. നോവേ ഹോം കഴിഞ്ഞപ്പോൾ പീറ്റർ പാർക്കറിന് സംഭവിച്ചത് പുള്ളിയുടെ ഓർമ്മകൾ മാത്രമല്ല, പുള്ളിക്ക് വേണ്ടപ്പെട്ട പലതും, അല്ലെങ്കിൽ പുള്ളിയുടെ വേണ്ടപ്പെട്ട ആൾക്കാർ, അങ്ങനെ പലതും പുള്ളിക്ക് നഷ്ടപ്പെട്ടു. ആ സമയത്ത് പുള്ളിനെ തിരിച്ചറിയുന്നില്ല ആൾക്കാർ. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുള്ളിയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് ഈ സിനിമ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പുള്ള സ്പൈഡർമാനിലെ പോലെ കുറെ ക്യാമിയോ പരിപാടി ഉണ്ടല്ലോ, അങ്ങനെയുള്ള പരിപാടി ഇതിൽ വലിയതായിട്ടൊന്നും ഇല്ല. മാർവൽ ഈ പ്രാവശ്യം ഫോക്കസ് ചെയ്തത് കൂടുതലും ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു സംഭവത്തിലാണ്. അതായത് പൊതുവെ ഈ ഫാൻ പരിപാടി വിട്ടുപിടിച്ചിട്ട്, അല്ലെങ്കിൽ ക്യാമിയോ പരിപാടിയൊക്കെ വിട്ടുപിടിച്ചിട്ട് കൂടുതലും നമ്മുടെ പീറ്റർ പാർക്കറിനെ എങ്ങനെ പുള്ളിയുടെ ഒരു അതിജീവനം പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ആ സാധനത്തിലേക്കാണ് ഫോക്കസ് ചെയ്തത് കൂടുതലും. അപ്പൊ കൂടുതലും ഇമോഷൻ അല്ലെങ്കിൽ റൈറ്റിങ്ങിലാണ് കൂടുതൽ ഫോക്കസ് വന്നേക്കുന്നത്. നമ്മൾ ഹോം കമ്മിങ്ങിലൊക്കെ കണ്ട സ്പൈഡർമാൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിന്നുള്ള ഒരു പയ്യൻ സാധനത്തിൽ നിന്ന് പുള്ളി ഇപ്പൊ ഒരു ശരിക്കും ഒരു സ്പൈഡർമാനായി എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് ശരിക്കും നല്ലോണം ഫീൽ ചെയ്യും ഇതില്. ചില ഇമോഷൻസ് ഒക്കെ ഭയങ്കര ഇതിലും വെച്ച് മോഹം വെച്ചുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ആ സാധനമൊക്കെ നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ഫ്രാങ്ക് കാസിൽ പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിയായിരുന്നു. അതേപോലെ തന്നെ പീറ്ററും ഫ്രാങ്കും തമ്മിലുള്ള കുറെ കോമഡി സീനുകളും അതേപോലെ ഇമോഷൻസും നല്ല അടിപൊളിയായിരുന്നു. ആ കോംബോ ഇല്ലേ, നൈസ്. സെൻഡയും പിന്നെ നെഡും, ഇവർ രണ്ടുപേർക്കും അധികം റോളുകളില്ല, പക്ഷെ ഉള്ളതൊക്കെ ഏകദേശം പീറ്ററിനെ സപ്പോർട്ട് ചെയ്യുക, പീറ്ററിന്റെ ഇമോഷണൽ പരിപാടിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു സംഭവം വരുന്നുണ്ടായിരുന്നത്. അതേപോലെ ഹൾക്ക്, എല്ലാ ഭാഗങ്ങളൊക്കെ നൈസ് പൊളിയായിരുന്നു പുള്ളി. അതേപോലെ സ്പൈഡർമാന്റെ സ്വിംഗിങ് പരിപാടി ഉണ്ടല്ലോ, അത് കഴിഞ്ഞ റീസെന്റ് സിനിമകളെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി. ടെക്നിക്കലി സിനിമ ഗംഭീരമാണ്. VFX, കളർ ഗ്രേഡിങ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം നൈസ്. ആക്ഷൻ സീനൊക്കെ നോക്കിയാൽ കുറവാണ് കമ്പാരിറ്റീവ്ലി, പക്ഷെ വന്നൊക്കെ പൊളിയായിരുന്നു. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അത്ര ഗുമ്മായിട്ട് എനിക്ക് തോന്നിയില്ല. ഓവറോൾ പറഞ്ഞാൽ ഇതൊരു അമേസിംഗ് സ്പൈഡർമാൻ അല്ല, പക്ഷെ ഇതൊരു ബ്രാൻഡ് ന്യൂ സ്പൈഡർമാൻ ആണ്. പേര് പോലെ തന്നെ ബ്രാൻഡ് ന്യൂ സ്പൈഡർമാൻ. ഇതിൽ കുറെ ഇമോഷൻസ് ആണ് കൂടുതൽ, ആക്ഷൻസ് ഉണ്ട്, കോമഡി ഉണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു കണക്ടിവിറ്റി ഉണ്ടല്ലോ, പീറ്റർ പാർക്കർ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിനോടുള്ള ഒരു കണക്ടിവിറ്റി അതിൽ നല്ലോണം ഫീൽ ചെയ്യും. പേഴ്സണലി എനിക്ക് തോന്നിയത് 2002 കാലയളവിൽ ഫസ്റ്റ് ഇറങ്ങിയ സ്പൈഡർമാൻ, ഫസ്റ്റും സെക്കൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ആ സിനിമകളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു കണക്ടിവിറ്റി സംഭവം ഉണ്ടല്ലോ, ആ സാധനം നമുക്ക് വീണ്ടും വരുന്ന ഒരു സംഭവം, അതെനിക്ക് പേഴ്സണലി തോന്നിയായിരുന്നു.